ഇടച്ചൊറ്റി സരസ്വതി ദേവി ദിവ്യക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നുവന്ന ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് സമാപനമായി. മഹാനവമി ദിനമായ ബുധനാഴ്ച നടന്ന ധ്വജ അവരോഹണത്തോടെയാണ് നവാഹ യജ്ഞം സമാപിച്ചത്. സെപ്റ്റംബർ 21 ഇടച്ചൊറ്റി സരസ്വതി ദേവി ദിവ്യക്ഷേത്രത്തിൽ ധ്വജാരോഹണത്തോടെ ആരംഭിച്ച ദേവി ഭാഗവത നവാഹ യജ്ഞമാണ് ബുധനാഴ്ച സമാപിച്ചത്. സമാപന ദിനത്തിൽ രാവിലെ 6 നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ദേവി ഭാഗവത പാരായണം തുടങ്ങിയത്. 10 മണിക്ക് ഭാഗവതോത്സവം അഡ്വക്കേറ്റ് TR രാമനാഥൻ പ്രഭാഷണവും തുടർന്ന് യജ്ഞസമർപ്പണവും നടന്നു. നിഷ്കരണവും ഉപേക്ഷിച്ച് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കടക്കുന്ന ആ ആനന്ദമയ കോശവും കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പറന്നുയരുകയാണ്. ലോകവും അലോകവും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്ന വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന ലോകാലോക പർവ്വതത്തെ കണ്ടുകൊണ്ട് ഈ ലോകമെന്ന് പറഞ്ഞ് നമ്മൾ അവലോകനം ചെയ്യുന്ന കാണുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ മുക്തരായി അലോകമെന്ന് പറയുന്ന അലൗകികമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കടന്നു കയറുന്ന ആ രീതിയാണ് ഈ മുറിക്കലെല്ലാം. ശബരിമല ധർമ്മശാസ്താവിനെ ദർശിക്കുന്നതിന് പോകുമ്പോൾ 18 പടികൾ എപ്രകാരമാണോ നമ്മൾ താണ്ടുന്നത്, ഈ 18 എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഖ്യ മാത്രമല്ല, 18 തത്വങ്ങളാണ്. ഇവിടെയും ആ തത്വങ്ങളെ തന്നെ മുറിച്ചുകൊണ്ട് നമ്മൾ കടക്കുകയാണ്. അറിയേണ്ട സംഗതിയെ അറിയാനായിട്ട് ഈ ശരീരത്തിന്റെ വ്യത്യസ്ത കോശങ്ങളെ മുറിക്കുന്ന പോലെ ശരീരാന്തർഗതമായിട്ടുള്ള സുഷുമ്നാനാഡിയിലെ മൂലാധാരം മുതൽ സഹസ്രാരം വരേക്കുള്ള സപ്തശ്രേണികളെ, അത്തരത്തിലുള്ള ഗ്രന്ഥികളെ എല്ലാം തന്നെ മുറിക്കുന്ന പോലെ ബ്രഹ്മഗ്രന്ഥിയെയും വിഷ്ണുഗ്രന്ഥിയെയും രുദ്രഗ്രന്ഥിയെയും മുറിച്ചുകൊണ്ട് നമ്മൾ 4ാമത്തെ അതിസുന്ദരമായിരിക്കുന്ന അമൃതാനുഭവത്തിലേക്ക് കടക്കുന്ന പോലെ ഇവിടെ എല്ലാം തന്നെ കീറി മുറിക്കലും അങ്ങനെ ഉയർന്നു കയറലും ഛേദിക്കലും ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ സാധനയുടെ പങ്കാണ്. ധ്വജാരോഹണത്തോടെ നവരാത്രിയുടെ ഭാഗമായി നടന്ന നവാഹ യജ്ഞം സമാപിച്ചു. വിജയദശമി ദിനത്തിൽ രാവിലെ 5 മഹാഗണപതി ഹോമത്തെ തുടർന്ന് ക്ഷേത്രത്തിൽ പൂജയെടുപ്പ് ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. സരസ്വതി തീർത്ഥപാദ സ്വാമികൾ, മനോജ് ശാസ്ത്രികൾ, ഡോക്ടർ ഗീത അനിയൻ, AK സുധാകരൻ എന്നിവർ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.